ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ടൈമായിട്ടാണ് ഉള്ളത്. അങ്ങനെ ഒരു മാസമല്ല, ഒന്നര മാസം എന്ന് പറയാം. ഒന്നര മാസത്തെ അടുത്ത താമസമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചങ്ങനെ നാട്ടിലേക്ക് പോകേണ്ട ടൈമായിട്ടുള്ളത്. പോയി കഴിഞ്ഞപാട് തന്നെ ഇവൻ്റെ എന്താ പറയുക, അനിയൻ്റെതും മോൻ്റെതെല്ലാം എക്സാമും അതുപോലെ തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ വേഗം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പം രാവിലെ തന്നെയാണ് ഇറങ്ങുന്നത്. രാവിലെ എന്ന് പറയുമ്പോൾ സുബ്ഹ് നിസ്കരിച്ച് നമ്മളെ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. ഉംറക്ക് നമ്മൾ ഇറങ്ങി അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിന്റെ ടൈം പറയുന്നത് 9:30 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്തായാലും അവിടെ എത്തണമല്ലോ. അപ്പോൾ ഇപ്പം 5:30 മണി ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ആ എയർപോർട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. അപ്പൊ അങ്ങനെ ഇറങ്ങി. ഇപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. വേറെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മള് ബാഗിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്തു, കുറച്ച് പെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടാണ് നമ്മളിപ്പോ എയർപോർട്ടിലേക്ക് പോകുന്നത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും വിശക്കും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ നമ്മൾ ഉള്ളോട്ടുള്ള ഒരു റൂമാണല്ലോ. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയല്ലോ നമ്മൾ പുറത്തേക്കെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയപ്പോഴേക്കാണെങ്കിൽ ഫുള്ളും ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും പണിക്ക് പോകുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളതല്ല. അപ്പൊ ആ ഒരു ടൈമിങ് ആയതുകൊണ്ട് തന്നെ ഫുള്ളും ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് നമ്മുടെ ബ്ലോക്കിൽ പെട്ടെങ്കിലും വേഗം നമുക്ക് അവിടുന്ന് ഊരി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ സ്മൂത്ത് ആയിരുന്നല്ലോ. പിന്നെ നമുക്കൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മള് റൂമില് ഇവിടുന്ന് ഇറങ്ങുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു ഇരുട്ടുള്ള ടൈമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവന്റെ വിചാരം നമ്മൾ രാത്രി ഇറങ്ങുന്നതാണ് ജസുവിന്റെ വിചാരം ഉണ്ടായിരുന്നത്. അപ്പൊ ഓൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നീട് കുറച്ച് ട്രാവൽ ചെയ്ത് നമ്മൾ യാത്ര ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നേരം വെളുത്തു തുടങ്ങി. പിന്നെ രാവിലെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവനിക്ക് ഭയങ്കര അതിശയത്ത് അപ്പൊ രാവിലെ ആയി എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. പിന്നെ അങ്ങനെ കുറെ സംശയങ്ങൾ. അവർക്ക് ഒന്നാമത് ഭയങ്കര ഡൗട്ടാണ്. പിന്നെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാല് അതിനെ തന്നെ പല ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. പിന്നെ അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കാനേ നമുക്ക് ടൈം ഉണ്ടാവല്ലോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളൊരു എയർപോർട്ടിൽ എത്തുമ്പോൾ ഒരു 6:30 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ. കാരണം 5:30 മണിക്കാണ് ഇറങ്ങിയത്. 1 മണിക്കൂറത്തെ ആ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ദൂരത്തായിരുന്നു എയർപോർട്ട് ഉണ്ടായിരുന്നത്. ഇങ്ങനെ പിന്നെ എയർപോർട്ട് എത്താനാവുമ്പത്തേനും ഫ്ലൈറ്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഉമ്മ എയർപോർട്ട് എത്തി ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ഭയങ്കര ഇതാണ് ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ എത്താത്തെന്നുള്ളൊരു ഈ ഈ ബോറടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാണാത്തോണ്ട് ഇതെന്താന്ന്. അവനക്ക് ഫ്ലൈറ്റ് കയറൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെന്ന് പറയുന്നത് ഒരു ഭയങ്കര എന്തോ ഒരു മനസ്സിലാത്ത ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലഗേജിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഇത് വരുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാം ഒരു ക്ലിയർ ആകുന്നത് വരെ ഒരു ഭയങ്കര ഒരു ടെൻഷനാണ്. എത്ര നമ്മൾ നല്ല രീതിയിൽ ആ ലഗേജ് ഒക്കെ കറക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയാണ്. എന്തെങ്കിലും ഇപ്പൊ ഒരു അവർക്ക് എന്തൊക്കെ സംശയം തോന്നുന്നു എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് അത് പൊട്ടിക്കൂലേ, പൊട്ടിച്ചതിനാ ഇതാവുമല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഉപ്പ നമ്മളെ കൂടെ തന്നെ കേറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടെൻഷൻ ഇല്ല. ഇങ്ങനെ പിന്നെ നമ്മളെ കൂടെ തന്നെ ഉപ്പ കേറിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെ തന്നെ പോകുന്ന ആളാന്നുള്ള രീതിയിൽ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാർ കേറുന്നുണ്ട്. അങ്ങനെ പിന്നെ കേറി. പിന്നെ നമ്മൾ ഒരു ക്യാനിൽ സംസം വെള്ളം കൂടി എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മളെ ലഗേജിന്റെ അകത്ത് ഉള്ളതല്ല. പിന്നെ ഉപ്പ പറഞ്ഞ ഇത് പോന്നെങ്കിൽ പോയിക്കോട്ടെ, നിങ്ങളെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് ലഗേജ് നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടുകഴിഞ്ഞാല് അത് ഞാൻ എടുത്തിട്ട് പോയിക്കോളാം, ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ഞാൻ കുടിച്ചോളാം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സംസം വെള്ളം കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ എടുത്ത് പോകും. അപ്പം രണ്ട് ബോട്ടിലോളം നമ്മൾ എന്ത് ചെയ്ത് ലഗേജിന്റെ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 3 എണ്ണമാണ് കൈമല് എന്താ പറയാ സെപ്പറേറ്റ് തന്നെ സംസം വെള്ളം ക്യാരി ചെയ്തത്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ കുറെ കണ്ടല്ലോ. അപ്പൊ അവർക്ക് ഭയങ്കര സംശയം തോന്നിയിട്ട് അവർ ചോദിച്ച് നിങ്ങളെ വിസയൊക്കെ കാണിച്ചു തരണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഉമ്ര വിസക്കാണല്ലോ വന്നത്. അങ്ങനെ അത് കാണിച്ചെടുത്തപ്പം അവർ പറഞ്ഞാ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്ര വിസ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഇതുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ആ സംശയമുള്ള തിരിച്ചയച്ചിട്ടുണ്ടാവും, എന്തായാലും എടുക്കൂല എന്ന് പറഞ്ഞിട്ട്. എന്തോ ഭാഗ്യത്തിന് അത് കേറി. പിന്നെ അത് ഒന്ന് ക്ലിയർ ആയപ്പോ പിന്നെ ടെൻഷനായി. പിന്നെ നമ്മള് ഹാൻഡിലുണ്ടായ 7 കിലോൻ്റെത് അതൊന്നും പോയിട്ടില്ല. ആ 2 ബാഗേ പോയിട്ടുള്ളൂ. ബാക്കി മൊത്തം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ അത് തൂക്കി നടക്കലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഞാൻ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെങ്കിലും ഒന്ന് കയറ്റുമോ എന്നുള്ള. ആദ്യം ഒരെണ്ണേ കയറ്റിയിട്ടുള്ളൂ.
ഈ ചോറിൽ വേറെ ഒന്നും കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിനെങ്കിൽ അത്രയും നല്ലതല്ലേ, നമ്മളെ പിടിക്കുന്നതിന്റെ ഭാരം കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ. എങ്ങനെയെങ്കിലും ഒന്നുകൂടെ കയറ്റുന്ന വെച്ചിട്ട് പെണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ പ്രാവശ്യം വെച്ച് വേറെ എന്തോ കെനിവ് തോന്നിയിട്ടാണെന്ന് അറിയില്ല. ലാസ്റ്റ് ഒന്നുകൂടെ വെച്ച് അപ്പോഴത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് 7 കിലോന്റെ കുറച്ച് കൂടുതലായിരുന്നു. 7,300 അങ്ങനെ മറ്റേ ഉണ്ടായിരുന്നത്. പിന്നെ മറ്റേത് നോക്കിയപ്പോ 6,800 അങ്ങനെ ഉണ്ടായിരുന്നത്. വന്ന് ഓക്കെ 6ൻ്റെത് എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു 6 കിലോൻ്റെത് എടുക്കുക ചെയ്തത്. ബാക്കി 7 നമ്മളെ ഗെയിമിലുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയോണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് നമ്മള് ഫർദക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം വെയിറ്റ് നമുക്ക് നമ്മളെ ഫർദന്ന് ചാടാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇനി ആവശ്യമുള്ള സാധനം നമ്മള് ഫർദ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളില് 2 ഡ്രസ്സൊക്കെ ഇട്ട് ഫർദയൊക്കെ ഇട്ടിട്ടാണ് നമ്മള് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോ ഭയങ്കര തടിയുണ്ടായിരുന്നു. അപ്പൊ ഓറ് എന്നെ കണ്ടപാടെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ അല്ല. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്നോട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. കാരണം ഞാൻ അത്രയും നല്ല തടി വെച്ച് വയറൊക്കെ ചാടി നിൽക്കുന്ന പോലെ ഉള്ളത്. അപ്പൊ ഓറ് സ്വാഭാവികമായിട്ട് എന്തായാലും ചോദിക്കും എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഓറ് എന്നെ നോക്കി, ആ പെണ്ണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡൗട്ട് അടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഓറ് എന്നോട് ചോദിക്കുകയും ചെയ്തു പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു അല്ല, പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു എന്തോ ചിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ചോദ്യം ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചതായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് തന്നെ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. അങ്ങനെ പിന്നെ അതങ്ങനെ ക്ലിയർ ആയി. പിന്നെ അരമണിക്കൂർ ഡിലേ ആയിരുന്നു നമ്മളെ ഫ്ലൈറ്റ്. 9:30 എന്ന് പറഞ്ഞിട്ട് 10 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ് അവിടെ നിന്ന് വിടുന്നത്. കുറച്ച് സമയം അവിടെ ലേറ്റ് ആയി. പിന്നെ നമുക്കതിന് വിശന്ന് എന്താ പറയാ, എനിക്കാണെങ്കിൽ വയറൊക്കെ വേദനെടുക്കും. വിശന്ന് കഴിഞ്ഞാൽ വേറെ കാലിയായി കഴിഞ്ഞാൽ വയറൊക്കെ വേദനെടുത്തിട്ട് പിന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങി. കോഫിക്ക് ഭയങ്കര വിലയാണ്, പക്ഷെ കുഴപ്പമില്ല, ഗതികെട്ടതിന് വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കോഫി വാങ്ങിയിട്ട് എല്ലാവരും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കോഫി ആയിരുന്നു. 18 സൗദി റിയാല ഉണ്ടായത്. ഭയങ്കര ഇതായിട്ട് സങ്കടം വന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, കുടിക്കേണ്ട ആവശ്യമായി പോയത് കൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ ബെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ വേണ്ടേ. കാരണം വരുന്ന സമയത്ത് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. സാധാരണ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല. അന്നേരം ഒരു ബെന്നെങ്കിലും ഒരു റൊട്ടയെങ്കിലും കിട്ടാറുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോ ആണെങ്കിൽ ഒട്ടും വരെ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഭയങ്കര വിശന്നിട്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത്, സൗദിയിലേക്ക് വരുന്ന സമയത്ത് ചുണ്ടക്ക വരണ്ട് ആകെ ക്ഷീണിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാം എന്താ പറയാ, വിശക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടായിരുന്നു പോയത്. ഇവന്റെ ബാഗിലൊക്കെ ബെന്നൊക്കെ വാങ്ങി നിറച്ച് എന്താ പറയാ, അങ്ങനത്തെ ബെന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ബെന്ന് ഉണ്ടാവില്ലേ, ജാമൊക്കെ ഉള്ളത്. അപ്പൊ അതെല്ലാം എടുത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. വിശന്ന് കഴിഞ്ഞാൽ അതെടുത്ത് കഴിക്കാലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവനിക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ബാക്കിൽ ഇരിക്കുന്ന ഒരാള് മുട്ടായൊക്കെ കൊടുത്തിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോസഫിന് പിന്നെ ഹാപ്പിയാണ്, ചോക്ലേറ്റ് ഒക്കെ കിട്ടിക്കാൻ ആള് ഉഷാറാണല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷമാണ് നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫർദയൊക്കെ ഇട്ടിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും ഫർദയും അതിന്റെ ഇടയിൽ കുറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നത്. പിന്നീട് നമ്മൾ എല്ലാം ക്ലിയർ ആയി എന്ന് കണ്ടപ്പോ നമ്മള് ബാത്റൂമിലൊക്കെ ടോയ്ലറ്റിൽ പോയിട്ട് നമ്മളെ പ്രച്ഛന്ന വേഷം നടത്താന്ന് പറയില്ല, അതുപോലെ നമ്മളെ ഫർദയും ഉള്ളിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്ത് ആ ഡ്രസ്സൊക്കെ സഞ്ചിയിൽ ഇട്ടിട്ട്, പിന്നെ നമ്മളെ കൈമിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നില്ല, ആ ബാഗിന്റെ ഇട്ട് ഉറക്കെ ചെയ്തത് എല്ലാവരുടെ ഡ്രസ്സും. അതുപോലെ തന്നെ അനിയനൊക്കെ 2 മരുന്ന് ജാക്കറ്റാണ് ഇട്ടത്. 2 ജാക്കറ്റ് ഒരുമിച്ചിട്ട്. പിന്നെ ഓൻ മേലിട്ട് ആയതുകൊണ്ട് തന്നെ ഓനക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൻ ഓൾറെഡി മേലിട്ടാണല്ലോ. അപ്പൊ ഇത് ഇട്ടിട്ടാണെങ്കിൽ ഓൻ തടിയൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഓർക്ക് പ്രശ്നമില്ല. 2 അല്ല 3 ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെയല്ല, ഒന്നിട്ടാൽ തന്നെ നല്ല തടി തോന്നുന്നത്. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ കയറിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് അങ്ങനെ അവിടെ നിന്ന് വിട്ടതിന് ശേഷം പിന്നെ നമ്മള് അരമണിക്കൂർ ലേറ്റ് ആയെങ്കിലും നമ്മൾ ആ ഒരു ഫ്ലൈറ്റ് ആ ടിക്കറ്റിന്റെ ആ ഒരു ടൈമിങ്ങിന് തന്നെ കൃത്യ ടൈമിനായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അതായത് അരമണിക്കൂർ നേരത്തെയാണ് നമ്മൾ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പോകുന്ന സമയത്തായിരുന്നു എന്താ പറയാ, തിരിച്ച് സൗദിയിലേക്ക് വരുന്ന സമയത്തായിരുന്നു ഭയങ്കര ദൂരം തോന്നിയത്. കാരണം ഇരുന്നിട്ട് എന്താ പറയാ, നമ്മള് 8 മണിക്കൂറോ ഒരു ദിവസം തന്നെ ഇരുന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. 5.5 മണിക്കൂറായിരുന്നല്ലോ.
പക്ഷെ ഇത് തിരിച്ചു പോകുമ്പോൾ 4.5 മണിക്കൂറാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്താന്ന് എനിക്ക് தெரிஞ்சிല്ല. പോകുമ്പോൾ ഒരേ സ്ഥലത്തേക്ക് തന്നെയല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത്. പോകുമ്പോൾ 5.5 മണിക്കൂർ, തിരിച്ചു പോകുമ്പോൾ 4.5 മണിക്കൂർ. പക്ഷെ ഇത് നമ്മൾ 4 മണിക്കൂർ കൊണ്ട് എത്തിയത്. 4.5 മണിക്കൂറല്ല, 4 മണിക്കൂർ കൊണ്ട് എത്തിയത്. അരമണിക്കൂർ ഡിലേ ആയിട്ടാണ് നമുക്ക് കയറിയതെങ്കിൽ, അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തതെങ്കിൽ അരമണിക്കൂർ നേരത്തെയാണ് നമ്മൾ അവിടെ ഇറങ്ങിയത്, ലാൻഡ് ചെയ്തത്. അങ്ങനെ പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ആ പുറത്തത്തെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറെ ടൈം ഉറങ്ങി, പിന്നെ എണീച്ച് അങ്ങനെ കുറച്ച് സമയം മൊബൈലൊക്കെ നോക്കി ഗെയിമൊക്കെ കളിച്ച് ഇതൊക്കെ ആയിരുന്നു അവന്റെ സമയം സ്പെൻഡ് ചെയ്തത്. കാരണം ഓനിക്ക് ഇപ്പൊ എന്തെങ്കിലും വേണമല്ലോ. പിന്നെ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനോട് ഞാൻ കുറെ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എന്തോ വല്ലാണ്ട് തലയൊക്കെ മാതിരി ആകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കിടത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഒന്ന് പൊന്തും. പിന്നെ ഈ പുറത്തത്തെ കാഴ്ച കാണുമ്പോൾ അത് എപ്പെങ്കിലും നമുക്ക് ഒരിക്കൽ കാണുന്നില്ല. ഇനി എപ്പ കാണുന്നത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അന്നേരം ആ ഒരു വ്യൂ നോക്കാൻ വേണ്ടിട്ട് ഒന്ന് എത്തി നോക്കും. പിന്നെയും അതുപോലെ തന്നെ ആദ്യം കിടക്കും. ഇതായിരുന്നു എന്റെ പണി. പിന്നെ കുറച്ച് വേഗം എത്തിന്. നമ്മൾ വിചാരിച്ചിട്ടില്ല. കാരണം അരമണിക്കൂർ നേരത്തെ അല്ലേ ഞാൻ എത്തിയത്. അപ്പം ഇരുന്നിട്ട് അത്രയൊന്നും മണിക്കൂറൊന്നും ആയിട്ടില്ല. ബോറടിച്ചിട്ടും ഇല്ല, വിശന്നിട്ടും ഇല്ല, ഒരു ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവനെല്ലാം ഫുഡ് കഴിക്കാത്ത ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ജസനുണ്ടായിരുന്നു. കാരണം ഓന് ഫ്ലൈറ്റ് എത്താൻ എന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഓൻ പറയാൻ തുടങ്ങി എനിക്ക് വയറുവേദന എടുക്കാൻ തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനെ എത്തി, നമ്മളിവിടെ എത്തി, നമ്മുടെ നാട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളങ്ങനെ നമ്മള് ഉംറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ ഇപ്പം നാട്ടില് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടാ ഉള്ളത്. യാതൊരു തരം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു തോന്നിപ്പോയി. കാരണം നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് കുറച്ചും കൂടി വേഗത്തിലാ വിട്ടെന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം തലയൊക്കെ വല്ലാണ്ട് ഒരുമാതിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലഗേജും കൂടി തൂക്കി പിടിച്ച് നടക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം ഇവൻ എന്റെ കഴിച്ച് നടന്നിരുന്നത്. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടത് ഇത് പിടിച്ചിട്ടാണെങ്കിൽ പൊന്തുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവനിക്ക് കൊടുത്തു. ഓന്റെ നടത്ത കാണുന്നതിന് മനസ്സിലായി നല്ല വെയിറ്റുണ്ടായിരുന്നു. കാരണം നമ്മളെ ഡ്രസ്സൊക്കെ ഊരി വെച്ചില്ലേ, ഫർദയൊക്കെ നല്ല വെയിറ്റ് ഉള്ള ഫർദയാണ്. അപ്പൊ എന്തായാലും 1/2 കിലോന് 3/4 കിലോന് എന്തായാലും നമ്മളെ ഫർദയൊക്കെ ഉണ്ടാവും. അപ്പൊ അതും കൂടി വന്നപ്പോ തന്നെ വെയിറ്റ് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ആദ്യം കാരണം ഫുൾ ഭയങ്കര ചെക്കിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മാല എന്തെങ്കിലും ഉണ്ടോ, അരിയിൽ എന്തെങ്കിലും ഉണ്ടോ, ഇതെത്രയാന്ന്, ലോക്കറ്റ് ഉണ്ടോ, അങ്ങനെ കുറെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം അവിടെ തന്നെ ഒരാളെ തന്നെ കുറെ ടൈം എടുത്തിട്ടാണ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും കൊണ്ടുവരാത്തോണ്ട് തന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ കാര്യത്തിൽ വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാ വരുന്നത്. അവിടെ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മാസത്തിലോ കൊല്ലത്തിലോ വരുന്നത്, എന്നിട്ട് വരെ ഇങ്ങനെ ചെക്കിങ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് എന്തെങ്കിലും മുട്ടായിയൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സൗദിയിലെ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നല്ല റേറ്റ്. ഞാൻ ഉമ്മയുടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നല്ല റേറ്റ് ആയിരിക്കും. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ഡബിൾ ആയിരിക്കും ചിലപ്പോൾ അവിടെ റേറ്റ് വരുന്നത്. പിന്നെ അങ്ങനെ ഉമ്മാർ പിന്നെ നമുക്ക് കണ്ണൂരിൽ നിന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ വരുമ്പോഴത്തേക്കും അതിനും വലിയ റേറ്റ്. ഞാൻ പറഞ്ഞ കണക്കാണ്, വാങ്ങിക്കാണ്ടിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയൻ എങ്ങനെ ട്രോളി എടുക്കാൻ വേണ്ടിക്ക് പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ തന്നെ ജസും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഓന്റെ ബാഗും കൂടി ഉണ്ടല്ലോ, ഓന്റെ ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ട്, ഓന്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ അടുത്താണ് ബാക്കി നമ്മള് എന്താ പറയാ ഓന്റെ ചെരുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സഞ്ചി കെട്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓന് അധികം കിറ്റൊക്കെ ഇട്ടിട്ടോ കൊണ്ട് പോകുന്നതാണല്ലോ, അപ്പൊ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു സങ്കടമുണ്ട്, കാരണം അവനെ കൊണ്ട് തൂക്കിപ്പിക്കുന്നതിൽ ഒരു സങ്കടമുണ്ട്. പിന്നെ നമ്മളങ്ങനെ ലഗേജ് എടുക്കാൻ വേണ്ടിയൊക്കെ പോയത്. അങ്ങനെ ലഗേജ് പെട്ടെന്ന് കിട്ടിയിരുന്നു കേട്ടോ. കാരണം അധികം വെയിറ്റ് ചെയ്തിട്ടില്ല. ഓരോന്നോരോന്ന് നമ്മൾ കൃത്യസമയത്തിന് ഒന്നിന്റെ പിന്നാലെ തന്നെ ഒന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നോ വെയിറ്റ് ചെയ്യേണ്ടിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തും നമ്മളങ്ങനെ നേരെ വണ്ടിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അവർ കറക്റ്റ് ടൈം വന്നതുകൊണ്ട് തന്നെ അധികം ടൈം ആയിക്കാക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളെ കൊണ്ടാക്കിയ ഇക്കാക്ക തന്നെയായിരുന്നു തിരിച്ച് നമ്മളെയും കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇക്കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക പറഞ്ഞ് വരണ്ട, കാരണം ലഗേജും അവരും എല്ലാരും നമുക്ക് 5 പേരുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ ഏകദേശം വണ്ടി ഫുള്ളാവും, എന്തായാലും ഫുള്ളാവും. ബാക്കിൽ ലഗേജ് കൂടി വെക്കുന്നില്ല, മുകളിലേക്ക് ഇട്ട് വെക്കുന്നതല്ലോ, ഉള്ളിൽ തന്നെ വെക്കുന്നോണ്ട് തന്നെ അപ്പൊ പിന്നെ സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഇറങ്ങിയിരിക്കേണ്ടി വരും, അതുകൊണ്ട് എന്തായാലും വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ ഇടയിലാണെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസൂനാണെങ്കിൽ വയറുവേദന എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുള്ളും ടയർഡായിരുന്നു. പിന്നെ വിശന്നിട്ടായിരിക്കും എന്ന് വിചാരിച്ചു.
പിന്നെ ഒരു ടെൻഷൻ ഉണ്ട്, കാരണം എനിക്ക് വയറുവേദന വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്കൊരു പേടി വന്നു. പിന്നെ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനായിരിക്കും, ഇത് രണ്ടിലേതെങ്കിലും ഒരു കാരണമായിരിക്കും, അല്ലെങ്കിൽ വിശന്നിട്ട്. അപ്പൊ വിചാരിച്ചു എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഒമിറ്റ് ചെയ്യാനാണോ ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിന്റെ അവിടെ എത്താനായപ്പോണ്ട് ഒരു മൊത്തത്തിൽ എന്തോ ഒരു ചേഞ്ച് ആയ പോലെ തോന്നി. ഞാൻ പറഞ്ഞു, ഒരു മാസം കൊണ്ട് ഇത്ര വലിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ നമ്മളെ നാടിനെ കുറേ എന്താ ദിവസത്തിന് ശേഷം കാണുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു പുതുമയോ എന്താ പറയാ, ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ജസാന് പിന്നെ ഫുൾ ഹാപ്പി ആയിരുന്നു, കാരണം ഓനിക്കൊരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതുവരെ ഓടിച്ചില്ല. അപ്പൊ അതിൽ ഓടിക്കാനുള്ള സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. കാരണം വാങ്ങിയ പാടായിരുന്നു നമ്മൾ സൗദിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെല്ലാരും വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പൊ എത്തുമ്പോൾ തന്നെ മകരീന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു ടൈമാണ് ആൾക്കാരെ വെച്ചും കാണുന്നത്. അനിയനാണെങ്കിൽ അനിയന്റെ ചങ്ങായിമാരൊക്കെ കണ്ടിട്ട് തേനിക്കൊണ്ടൊക്കെ എന്തൊക്കെയോ വാങ്ങി, പക്ഷെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിള്ളേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിള്ളേർ പള്ളിയിലേക്ക് പോയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് കയറിയാന്ന്. വീട്ടിലെല്ലാരും ഉണ്ട് കേട്ടോ, അമ്മായിയുടെ വീട്ടുകാരുണ്ട്, നമ്മളെ വീട്ടിലുള്ളവരുണ്ട്. പള്ളിക്കലിലായിരുന്നു അവർ നിന്നിട്ടുണ്ടായിരുന്നത്. രണ്ട് വീടും കൂട്ടിയിട്ട് ഉമ്മാരെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചിട്ട്. അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വീടൊക്കെ അതേ വന്നിട്ട് ഇവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കയറാൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം ഉമ്ര ചെയ്തിട്ട് വരുന്നോണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അറിയാലോ, ഉമ്ര കഴിഞ്ഞിട്ട് വന്നതിന് ഒരു കെട്ടിപ്പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിന്നെ ജസ് എല്ലാം ഒരു ചടിയിട്ടാ പോയത് വണ്ടിക്കകത്ത്. അങ്ങനെ പിന്നെ എല്ലാം പുറക്കലായിരുന്നു എന്റെ പണി ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ആയിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമാണ്, കാരണം നമുക്ക് നമ്മളെ വീട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പൊ അത് കണ്ടപ്പം തന്നെ ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിന്റെ ഉള്ളിലൊക്കെ കാണുമ്പോൾ. ഇനി എന്തായാലും നമ്മൾ റെസ്റ്റ് ഒക്കെ എടുക്കട്ടെ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.